അരിയത്തു സ്വലാത്തിൽ പറയുന്നതല്ലേ പുത്തൻവാദിക്ക് പിടിക്കാതെ പോയത്. എന്നാൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ നന്മയുടെ കാരണക്കാരനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞു ഇമാം ശാഫിഈ അത് പറഞ്ഞുകൊണ്ട് ചൊല്ലിയ സ്വലാത്തുണ്ടല്ലോ, ആ ഇമാം ശാഫിഈ തങ്ങളുടെ മഹത്വം ഒന്ന് ചിന്തിക്കൂ മനുഷ്യ. റമദാനിൽ 60 ഖത്മ് ഖുർആൻ ഓതി തീർത്തു. അത് ഒരു റമദാനിൽ മാത്രമല്ല, അനേകം റമദാനുകളിൽ ഓരോ റമദാനിലും പകൽ ഒരു ഖത്മും രാത്രി ഒരു ഖത്മും ഖുർആൻ ഓതി. റമദാൻ അല്ലാത്തപ്പോൾ ദിനേന ഒരു ഖത്മ് ഖുർആൻ ഓതി. എന്താണ് അവിടുത്തെ ഇബാദത്ത്, എന്താണ് അവിടുത്തെ പവർ. അതോടുകൂടെ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്ക്, അതിന്റെ 1-ാമത്തെ ഹദീസ് തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഇമാം ഹുമൈദിയിൽ നിന്നുള്ള റിപ്പോർട്ടല്ലേ. ബുഖാരി ഇമാമിന്റെ ഉസ്താദുമാരാകാൻ യോഗ്യതയുള്ള ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വളർത്തിയെടുത്തില്ലേ ഇമാം ശാഫിഈ. ബുഖാരിയിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങൾ തെളിവിന് ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ. കാരണം ഇമാം ബുഖാരിക്കറിയാം ഇമാം ശാഫിഈ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ തെളിവ് തന്നെ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്ത് ശാഫിഈ മദ്ഹബ് ഖുനൂത്ത് ഓതാൻ ഇമാം ശാഫിഈ പറഞ്ഞതുകൊണ്ട് ഖുനൂത്ത് ഓതുന്നവൻ നരകത്തിലാണെന്ന് പറയുന്ന മൗലവി 4 മദ്ഹബിലും 20 റകഅത്ത് തറാവീഹ് പഠിപ്പിച്ചതിനാൽ അത് നരകത്തിലേക്കുള്ള വഴിയാണ്, 4 ഇമാമിങ്ങളെ വഴിയെന്ന് പറയുന്ന പുത്തൻ വാദി. നിന്നെപ്പോലെ നാശം പിടിച്ചവൻ ഈ ദീനിനാരാണ്? നിന്നെപ്പോലെ നാശകരി ആരാണ്? ആരാണ് ഇമാം ശാഫിഈ? ആരാണ് ഇമാം മാലിക്? ആരാണ് ഇമാം അബൂ ഹനീഫ? ആരാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ? അല്ലാഹുവേ, ഈ പാവപ്പെട്ടവൻ അവരുടെ പേര് നാവ് കൊണ്ട് പറഞ്ഞതിനാൽ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾ ആ മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു എന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. ആരാണ് ആ മഹാന്മാർ? എന്താണ് അവരുടെ പാണ്ഡിത്യം? എന്താണ് അവരുടെ ഭക്തി? എന്താണ് അവരുടെ ആദരവ്? സുബ്ഹാനല്ലാഹ്. മദീനയിലൂടെ ഒട്ടകപ്പുറത്ത് ഞാൻ യാത്ര ചെയ്യില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ ആ നാട്ടിലെ മണ്ണിൽ കിടക്കുന്നുണ്ടല്ലോ. അവിടെ ഞാൻ വാഹനപ്പുറത്ത് കയറി ചവിട്ടുകയില്ല. ഞാൻ റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നു, ആദരിക്കുന്നു എന്ന് പറഞ്ഞ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തേള് വന്നിട്ട് 16ഓളം പ്രാവശ്യം ആവർത്തിച്ച് കുത്തിയിട്ട് ഹദീസ് നിർത്താതെ ഹദീസ് മുഴുമിച്ചു. കാരണം പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകം ഞാൻ എന്റെ നാവ് കൊണ്ട് പറയുമ്പോ തേള് കുത്തിയിട്ട് ഞാൻ എന്റെ വാചകം നിർത്തിയാൽ അതബ് കേടായാലോ? തേള് കുത്തട്ടെ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകം നിർത്തുകയില്ല. മഹബ്ബത്തല്ലേ, തഅ്ലീമല്ലേ, അദബല്ലേ, ഇക്റാമല്ലേ. ആ മഹാന്മാരായ ആളുകളുടെ വഴി എന്റെ ഉമ്മമാര് കേട്ടിട്ടില്ലേ? വെറുതെ വ്യഭിചാരോപണം ഉന്നയിച്ച മയ്യിത്തിന്റെ പേരിൽ വ്യഭിചാരോപണം ഉന്നയിച്ച സ്ത്രീയുടെ കയ്യിന്റെ വിരലിൽ അതാ മയ്യിത്തിന്റെ ഗുഹ്യസ്ഥാനത്തിനടുക്കൽ ഒട്ടിപ്പിടിച്ചപ്പോൾ പണ്ഡിതന്മാര് ഫത്വക്ക് ബേജാറായപ്പോൾ എന്താണ് സംഗതി എന്നറിയാതെ നാട്ടുകാര് വലഞ്ഞപ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസിൽ ചെന്ന് വിവരം ചോദിച്ചപ്പോൾ അവിടുന്ന്
വിവരങ്ങളെ കുറിച്ചൊന്നും അതാ ഭൗതികമായ വഴിയിൽ അറിയാതെ തന്നെ പറഞ്ഞില്ലേ, മയ്യിത്തിന്റെ ശരീരത്തിൽ കുളിപ്പിക്കുന്നവളുടെ കൈവിരൽ ഒട്ടിപ്പോയതല്ലേ പ്രശ്നം. അതേ, കൈവിരൽ തെറിച്ചു വരും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അവളാ മയ്യിത്തിനെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞിട്ടുണ്ടാകും. ഉണ്ടെങ്കിൽ പോയൊരു 80 അടിയടിക്കണേ, 80 അടിയടിക്കണേ. അതേ, പറഞ്ഞതുപോലെ വന്നന്വേഷിക്കുമ്പോ ഞാൻ ആ മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനം കഴുകുമ്പോ ഈ സ്ഥലം കൊണ്ട് ഇവളെത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞുപോയി. അതേ, എന്റെ കൈവിരൽ ഒട്ടിപ്പിടിച്ചു പോയി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നേരാണ് ജനങ്ങളെ, അത് ശരിയാണ് ജനങ്ങളെ എന്ന് പറഞ്ഞപ്പോ 80 അടി കുളിപ്പിക്കുന്ന പെണ്ണിനെ അടിച്ചപ്പോൾ കൈവിരൽ തെറിച്ചു വരുന്നു. ഇതൊരു സാധാരണക്കാരൻ, ഒരു പണ്ഡിതന് പറയാനൊക്കുമോ? ആരാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ? ഓ സഹോദരന്മാരെ, മൗലവിമാരുടെ ധാരണ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ അവിടെ വെറുതെ ഇരിക്കുമെന്നാണ്. പക്ഷേ ഞങ്ങളെക്കാളൊക്കെ, ഞങ്ങളെ ഉസ്താദുമാരെക്കാളൊക്കെ ചീത്ത കേട്ടവര് ഞങ്ങളെ ഇമാമീങ്ങളല്ലേ. യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹി വഅക്റഹു അൻ അകൂന ലഹു മുജീബാ യസീദു സഫാഹതൻ വഅസീദു ഹിൽമാ കഉദിൻ സബഹുൽ ഇഹ്റാഖു തീബാ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞപ്പോ മഹാനവറുകൾ പാടിയതല്ലേ, വിവരം കെട്ടവൻ എല്ലാ തോന്നിവാസവും എന്നെ പറയുന്നു, ഞാനതിന് പ്രതികരിക്കുന്നില്ല. അവനതാ ബത്തി കത്തിച്ചു വെച്ചതുപോലെ, ഊത് കത്തിച്ചു വെച്ചതുപോലെ അവനതാ കരിഞ്ഞ് നശിക്കുന്നു. എനിക്ക് നല്ല സുഗന്ധം ലഭിക്കുന്നു. ഇതുപോലെ എനിക്ക് പ്രതിഫലം വർദ്ധിക്കുന്നു, തിളക്കം വർദ്ധിക്കുന്നു എന്നിമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ. ആ സൽ സ്വഭാവമുള്ള, വിശാല മനസ്ഥിതിയുള്ള, ആരോടും പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, അസൂയയില്ലാതെ, അഹങ്കാരമില്ലാതെ താഴ്മയോടെ ജീവിച്ച ഇമാമീങ്ങളില്ലേ, വീട്ടിലേക്ക് പോകുമ്പോ പിന്നാലെ ചീത്ത പറഞ്ഞവനോട് വീട്ടിന്റെ പടിയും പിടിച്ചിട്ട്, മോനെ വീട്ടിൽ കയറിയാൽ നിന്റെ ചീത്ത ഞാൻ കേൾക്കുകയില്ല, ചുരുക്കി പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അല്പം നിന്ന് തരാമെന്ന് പറഞ്ഞ ഇമാം അബൂ ഹനീഫ. സുബ്ഹാനല്ലാഹ്. ബറക്കത്തിന് 4 മഹാന്മാരെ പറ്റി പറയുകയാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇല്ലേ, തങ്ങന്മാര് ഭരണം നടത്തുന്നേ, തുണിയതാ വല അഴിഞ്ഞു വീഴാൻ വേണ്ടി പോകുമ്പോ പൊക്കിളിന്റെ സമീപത്തെത്തിയപ്പോ റബ്ബിനോട് ദുആ ചെയ്തിട്ട് തുണി അവിടെ തന്നെ നിന്നില്ലേ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം അഴിക്കാൻ പറയുമ്പോ ഒരു സാധനം തെരഞ്ഞു നോക്കുന്നത് കണ്ടിട്ട് എന്തടാ തെരയുന്നതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹിന്റെ രോമങ്ങളെ കൂട്ടത്തിൽ ഇത്, മുടിയുടെ കൂട്ടത്തിൽ ഇത്, ഒരു മുടി കഷ്ണം എന്റെ കുപ്പായത്തിന്റെ കീശയിലുണ്ട്. നിങ്ങൾ എന്നെ അടിക്കുമ്പോൾ ആ മുടിക്ക് അടി കിട്ടിക്കൂടാ, ആ മുടി സംരക്ഷിക്കപ്പെടണം, അത് ഞാൻ തെരഞ്ഞു നോക്കുകയാണെന്ന് പറഞ്ഞ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇല്ലേ.
മഹാനവറുകൾ പറഞ്ഞില്ലേ, എന്നെ അടിച്ച ഭരണാധികാരിയായ സയ്യിദിന് ഞാൻ പൂർണ്ണമായി പൊരുത്തപ്പെട്ടു കൊടുത്തു. കാരണം ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന പണ്ഡിതനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യനും പാരത്രിക ലോകത്ത് എന്റെ പ്രതിപക്ഷത്തുണ്ടാകുന്നത് ഞാൻ അവരെ സംബന്ധിച്ച് അല്ലാഹുവിനോടൊരു കംപ്ലൈന്റ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ടവർ എന്നോട് എത്ര അക്രമം ചെയ്ത തങ്ങളാണെങ്കിലും ഞാൻ അവരെ പറ്റി കംപ്ലൈന്റ് പറയാൻ എന്റെ പ്രതിപക്ഷത്തെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ മനസ്സുകൊണ്ട് പൂർണ്ണമായി പൊരുത്തപ്പെട്ടു എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ. എന്തൊരു വിശാല മനസ്സിയുള്ളവർ, എന്തൊരു മഹബത്തുള്ളവർ, എന്തൊരു തഅലീമുള്ളവർ. അത് തന്നെയല്ലേ വസ്സാലിഹീൻ. അല്ലാഹു പറഞ്ഞ സജ്ജനങ്ങൾ അവരല്ലെങ്കിൽ പിന്നെ ആരാണ്? ആ സജ്ജനങ്ങളുടെ പാതയിൽ തന്നെ എന്നെ വഴി നടത്തണം. അല്ലാഹ് വൈരിൽ മഗ്ദൂബി അലൈഹിം, നീ ദേഷ്യം വെച്ചവരുടെ വഴിയിൽ അല്ല. നിന്റെ ഔലിയാക്കളോട് എതിർപ്പുള്ളവരോട് നിനക്ക് ദേഷ്യമല്ലേ? ആലിമീങ്ങളെ കുറ്റം പറയുന്നവരോട് നിനക്ക് ദേഷ്യമല്ലേ? മുതഅല്ലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരോട് ദേഷ്യമല്ലേ? നീ ദേഷ്യം വെച്ചിട്ടുള്ള ജൂതന്മാരുടെ കൂടെയല്ല, ക്രിസ്ത്യാനികളുടെ കൂടെയല്ല, അവരോട് തുല്യതയുള്ളവരുടെ കൂടെയല്ല. വലല്ലാലീൻ, പിഴച്ചു പോയവരുടെ കൂടെയും അല്ല. സന്മാർഗത്തിന്റെ നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. ഈ ദുആ നടത്തുന്നത് എന്തിനാ മുസ്ലിമേ? ഹിദായത്ത് തരുന്നവൻ അല്ലാഹ് തന്നെ. പ്രാർത്ഥനയും കാരണമാണ് കേട്ടോ, ഫാത്തിഹയും കാരണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, സ്വർഗത്തിൽ കടക്കാൻ ചില കാരണങ്ങൾ ഉണ്ട്, ഹിദായത്തിന് കാരണങ്ങൾ ഉണ്ട്. സ്വർഗത്തിന്റെ കാരണങ്ങൾ സൽക്കർമ്മങ്ങളാണ്. നരകത്തിൽ കടക്കാൻ ചില കാരണങ്ങളുണ്ട്, അത് ദുഷ്കർമ്മങ്ങളാണ്. ഈ രണ്ട് കാരണങ്ങൾ വിവേചനത്തോടെ മനസ്സിലാക്കി സ്വർഗത്തിൽ കടക്കാനുള്ള കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച് മരിക്കണം നാം. നരകത്തിൽ കടക്കുന്ന കാരണങ്ങളുമായി അകലണം നാം. അതിന് പ്രചോദനം നൽകാനാണ് വാളിന്റെ സദസ്സ്, അതിന് പ്രചോദനം നൽകാനാണ് ഇൽമിന്റെ സദസ്സ്. ഞാനൊരൊറ്റ ചരിത്രം പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. റബ്ബേ, ഞങ്ങളെ മജ്ലിസിന് ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനേ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനേ. ദുആ കാരണമാണ്, സദഖ കാരണമാണ്, എല്ലാം കാരണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് ആളുകൾ സിറാജുദ്ദീനിലേക്ക് നേർച്ച കൊണ്ടുവന്നവരുണ്ട്. അതൊരു കാരണം മാത്രമാണ്, നമുക്കതിന് യാതൊരു കാര്യവും ഇല്ല. അല്ലാഹുവാണ് കൊടുക്കുന്നവൻ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസുകൾ നീ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞാൻ വരുന്ന സമയത്ത് രാവിലെ ഒരാൾ വളരെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുബായിൽ നിന്ന് ടെലിഫോൺ ചെയ്തു. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ പ്രശ്നം അറിയുന്നവനാ, നീ അത് പെട്ടെന്ന് സലാമത്താക്കി അദ്ദേഹത്തിന്റെ ഇസ്സത്ത് നിലനിർത്തണം റഹ്മാനേ. വരുന്ന സമയത്തൊരു ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് നാദാപുരത്ത് വെച്ച് ഞാൻ പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിന്റെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ക്ലിപ്പിംഗ് ശരിയാക്കാൻ വേണ്ടി ഒരു 1.25 ലക്ഷം ഉറുപ്പികയോളം വരുന്ന ഒരു കമ്പ്യൂട്ടർ വേണം, അതാരെങ്കിലും ഒരാൾ വാങ്ങിത്തരണമെന്ന് പറഞ്ഞിരുന്നു. അത് കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നാൽ ഞങ്ങൾ വാങ്ങിത്തരും. ഉസ്താദ് ഞങ്ങളെ ബിസിനസ്സിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് വാങ്ങിത്തന്നു. പിന്നീട് പലതും സ്ഥാപനത്തിനും അതുപോലെ പാവപ്പെട്ടവർക്കും തന്നു. ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കണ്ടു. അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞു, ഒരു കാര്യം ഞങ്ങൾക്ക് ശരിപ്പെട്ട് കിട്ടണം. അല്ലാഹുവേ, നീ അതറിയുന്നവനാണ്,
ഇത് ധാരാളം മഹാന്മാർ ജീവിച്ചു പോയൊരു പ്രദേശമാണ്, ധാരാളം മഹാന്മാർ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവരുടെ ഖൈറായ കാര്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനേ. നീ അവർ ഉദ്ദേശിച്ച കാര്യം ഖൈറായ നിനക്ക് എളുപ്പമാക്കണം റഹ്മാനേ. ഞങ്ങളുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കണം റഹ്മാനേ. അല്ലയാണ് ബിസിനസ് കൊടുക്കുന്നവൻ, അല്ലയാണ് ബിൽഡിംഗ് കൊടുക്കുന്നതും അല്ല തന്നെയാണ്. അല്ല എനിക്ക് അല്ലാഹു തആല ഔദാര്യം കൊണ്ടെങ്കിൽ തരും എന്ന് വിചാരിച്ച് നീ വീട്ടിലിരുന്നാൽ നീ പണക്കാരനാകുമോ, ബിസിനസ്സുകാരനാകുമോ, നിന്റെ പട്ടിണി മാറുമോ? അവിടെ നീ തവക്കുലിന്റെ പേരും പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നില്ലല്ലോ. ദുന്യാവ് സമ്പാദിക്കാൻ വേണ്ടി നീ ഉറക്കമൊഴിച്ചോടുന്നില്ലടാ. ദുന്യാവ് സമ്പാദിക്കാൻ വേണ്ടി നീ നിന്റെ ആരോഗ്യം നശിപ്പിച്ചോടുന്നില്ലേ, സമയം ചെലവഴിക്കുന്നില്ലേ, കുടുംബം മറന്ന് അധ്വാനിക്കുന്നില്ലേ? നിന്റെ ആഖിറത്തിന്റെ കാര്യം വരുമ്പോ അത് അല്ലെങ്കിതൊരു സ്വർഗം, അല്ലെങ്കിതൊരു മഹത്വം എന്ന് നിന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ഇബ്ലീസല്ലേ. ദുന്യാവ് തരുന്നവനും അല്ല തന്നെ, ആഖിറം തരുന്നവനും അല്ല തന്നെ. ദുന്യാവ് കൊടുക്കൽ അവന്റെ പതിവ്, അതിന് അധ്വാനിക്കുന്നവർക്കാണ് കൊടുക്കാറുള്ളത്. ആഖിറം കൊടുക്കലും അല്ലാഹുവിന്റെ പതിവ്, അതിന് അധ്വാനിക്കുന്നവർക്ക് തന്നെ. കാരണങ്ങളാണ് കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. അതുകൊണ്ട് മുസ്ലിമേ, റമദാനിൽ നേടിയെടുത്ത ആത്മീയ ചൈതന്യങ്ങൾ കാറ്റിൽ പറത്താതെ തഖ്വയോടെ ജീവിക്കണം കേട്ടോ. സുബ്ഹി ഖലാകാതെ നിസ്കരിക്കണം, സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കണം, സുന്നത്തായ ദിക്റുകൾ പതിവാക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നോക്കണം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ചെറുപ്പക്കാരാ, 1000 വെള്ളമല്ല തന്നില്ലേ, നീ കള്ളു കുടിക്കല്ല, കഞ്ചാവ് വലിക്കല്ല, അല്ലാഹുവിന്റെ നിയമത്ത് മറന്നുപോകല്ല. കോഴിക്കോട്ടെത്തിയപ്പോ ടെലിഫോൺ വരുന്നു, ഒരു പ്രായം ചെന്നൊരാൾ ടെലിഫോൺ ചെയ്യുന്നു, വല്ലാത്തൊരു രോഗത്തിന്റെ വേദന പറയുന്നു. പക്ഷേ അതേ സങ്കടത്തോടെ പറയുന്നു, ഒരു ചെറിയ കുട്ടിയുണ്ട്, എന്റെ പെങ്ങളെ കുട്ടി, ആ കുട്ടിക്ക് ഇതേ വേദനയായിട്ട് പെടയുന്നു, ഉസ്താദേ പ്രാർത്ഥിക്കണമെന്ന് നീട്ടി ടെലിഫോൺ ചെയ്യുന്നു. സംഘിപ്പോയി റബ്ബേ, ആ കുട്ടിക്കും അദ്ദേഹത്തിനും മറ്റ് ഞങ്ങളെല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണം റഹ്മാനേ. ചോദിക്കട്ടെ, കള്ളു കുടിക്കാൻ ഒരുങ്ങുന്ന ചെറുപ്പക്കാരാ, വയറ്റിന് ക്യാൻസറായി പോയി, നിന്റെ വെള്ളം മുടങ്ങിപ്പോയി, വാങ്ങിത്തരാൻ ഒരു ഡോക്ടർക്ക് കഴിയുമോ? തൊണ്ടയ്ക്ക് ക്യാൻസറായി പോയി, ഭക്ഷണം കഴിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? അല്ലാഹു തന്ന നിഅമത്തുകൾ മറക്കല്ലടോ. അല്ലാഹു തആല 1000കണക്കിന് നിഅമത്ത് ചെയ്തിട്ട് പടച്ച റബ്ബ് നമുക്ക് കഴിയാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 5 നേരം കൃത്യമായി നിസ്കരിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ എടുത്ത് അല്ലാഹുവിനോട് കള്ളും പെള്ളും പലിശയും അതുപോലുള്ളതൊക്കെ ഒന്ന് കൈയൊഴിച്ച് അനാവശ്യ സംസാരം നാവ് കൊണ്ട് ഉപേക്ഷിച്ച് വേണ്ടാത്ത സദസ്സുകളിൽ പോയിരിക്കുന്നത് ഉപേക്ഷിച്ച് നമുക്കൊന്ന് നന്നായി കൂടെ. മരണത്തിന്റെ ഡേറ്റ് അറിയില്ലല്ലോ. ചെറുപ്പക്കാരനായൊരു മദനി മംഗലാപുരത്ത് കൊല്ലപ്പെട്ടില്ലേ റമദാനിൽ? അല്ലാഹ് അവരെയും കൂടെ മരിച്ചവരെയും ശുഹദാക്കളിൽ പെടുത്തട്ടെ. മുതഅല്ലിമീങ്ങളെ, നമുക്ക് കുറെ കാലമുണ്ടെന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ? എത്ര പെട്ടെന്ന് അപകടത്തിൽ മരിച്ചവരെ നമുക്ക് ഓർമ്മയില്ലേ? അല്ലാതെ മരിച്ചവരെ ഓർമ്മയില്ലേ? പ്രായം ചെന്നവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഒരു പഴം, അതിന്റെ തോലുകൾ മഞ്ഞയായി, ആ പഴം പറിക്കേണ്ട സമയമായി എന്നതിന്റെ തെളിവല്ലേത്? താടിയും മീശയും ഒക്കെ നരച്ചു കഴിഞ്ഞാൽ കളറ് മാറിയില്ലേ? പറിക്കാൻ സമയം അടുത്തു എന്ന്
എന്നതിന്റെ തെളിവല്ലേ? പക്ഷേ പച്ചമാങ്ങയും പറിക്കാറില്ലേ? പച്ചക്കായയും വാഴക്കയും വിരിഞ്ഞെടുക്കാറില്ലേ? ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകാറില്ലേ? മച്ചിലുകൾ വെളിച്ചിലുകൾ കൊഴിഞ്ഞു പോകാറില്ലേ? ഇളനീര് പറിച്ചെടുക്കാറില്ലേ? മരണത്തിന്റെ സമയത്തെ കുറിച്ച് വല്ല വിവരവുമുള്ളൂ? ഇതെന്റെ അവസാനത്തെ സദസ്സാണോ അല്ലേ? എനിക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? അല്ലാഹുവേ, ഇത് ഞങ്ങൾ അവസാനത്തെ മജ്‌ലിസാക്കരുത് റഹ്മാനേ. ഞങ്ങളെ കടങ്ങളും അതുപോലെ ഞങ്ങളെ സ്ഥാപനങ്ങളുടെ കടങ്ങളും വീട്ടാതെ, ഞങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ കഴിയാതെ നീ ഞങ്ങളെ പിടിച്ചെടുക്കരുത് റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ദീനീ പ്രവർത്തകന്മാർക്കും നിന്റെ ദീനിനെ സഹായിക്കുന്നവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. ഇവിടെ വന്നപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരാള്, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച്